എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിലെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, അതായത് അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. ഇത് ഗ്രാമപ്രദേശങ്ങളിലെ ഒരുപാട് സാധാരണക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ആംബുലൻസ് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാട്ടുകാരുടെ പരാതി അറിയാനായിട്ട് സാധിച്ചത് ഈ ആംബുലൻസ് സംവിധാനം നിലച്ചിട്ട് 6 മാസത്തോളമായി എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് MLA ഫണ്ടിൽ നിന്നും ഈ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിന് അനുവദിച്ച ഈ ആംബുലൻസ് നിലച്ചിട്ട് 6 മാസത്തോളമായി. മാത്രമല്ല, ഇത് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് ഒന്നും വർക്കിംഗ് അല്ല എന്നുള്ളൊരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും ഇത് നിലച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിന് ഇവർ പറയുന്ന ഒരു കാര്യം HMCയിൽ ഫണ്ടില്ലാത്തത് കൊണ്ടെന്നാണ് ഇവർ പറയുന്നത്. HMC സംവിധാനം കൺട്രോൾ ചെയ്യുന്നത് ഇവിടുത്തെ ലോക്കൽ ബോഡി സംവിധാനങ്ങളാണ്. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇതിൻ്റെ ഡ്രൈവറിന് കാശ് കൊടുക്കാനില്ല. അപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഇതിവിടെ നിലച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ട ഒരു ആംബുലൻസ് സംവിധാനമാണ്. ഇത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇത് മനസ്സിലാക്കി ഇതിനുള്ള വീഴ്ച എന്താണ് ഇതിൻ്റെ വീഴ്ച വന്നത്, ആ വീഴ്ച പരിഹരിച്ച് ഈ ഒരു ആംബുലൻസ് സംവിധാനം എപ്രകാരമാണോ ജനങ്ങളുടെ ഇടയിൽ ഓടിക്കൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ പുനഃസ്ഥാപിക്കണമെന്നാണ് ഇവിടുത്തെ ഈ കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരികളോട് പറയുവാനുള്ളത്. സാറേ, ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണോ, ഈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നവരുടെ കുഴപ്പമാണോ എന്ന് സ്വയം ഒരു പുനഃപരിശോധന നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഇതിനുള്ള സംവിധാനം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഒരു അഭ്യർത്ഥനയാണത്. 18 വാർഡിനും കൂടി ചേർന്നിട്ടാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. പണ്ട് മുതലേ നിങ്ങൾ നടപ്പിലാക്കാമെന്ന ഏറ്റൊരു വാഗ്ദാനം അവിടെ കിടത്തി ചികിത്സാ സംവിധാനം ഏർപ്പെടുത്താമെന്നായിരുന്നു അവിടെ ഒരു വാഗ്ദാനം നിങ്ങൾ കൊടുത്തിരുന്നത്. അത് നാളിതുവരെയായി അത് നടപ്പിലാക്കിയിട്ടില്ല. അവിടെ ലഭിച്ച ആ ഒരു ഫെസിലിറ്റിയെ എന്താണോ പരിഹരിക്കേണ്ടത്, ആ വാഹനത്തിന് AMC സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ പരിഹരിക്കുക. എന്താണോ വീഴ്ച, എവിടെയാണോ പറ്റിയത് അതിനെ പരിഹരിച്ചുകൊണ്ട് ആ ആംബുലൻസ് സംവിധാനം പഴയതുപോലെ ഊർജ്ജമായി ജനങ്ങൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന് അവിടുത്തെ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഒത്തിരി സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ലഭ്യമാകേണ്ട ഒത്തിരി സേവനങ്ങൾ ഇനി ആംബുലൻസ് മുഖാന്തരം ഉണ്ടാവണം. അതിനുവേണ്ടി എന്താണോ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത്, പഞ്ചായത്ത് ഭരണ സംവിധാനം വളരെ ഊർജ്ജമായി ഇതൊരു വളരെ കാര്യക്ഷമമായി അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് പറയുവാനുള്ളത്. ഇത്തരത്തിൽ ജനോപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും